നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായ പെട്ടെന്ന് എപ്പടീന്ന് ഞാൻ എപ്പോഴും പറയണ മാതിരി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി മോര്. ഇതിൽ നാളികേരം അരച്ച് പാരണ്ട, നാളികേരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നാളികേരമൊക്കെ ഇല്ലാത്ത കൂട്ടാനുകൾ അല്ലെങ്കിൽ കറികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാവില്ലേ എല്ലാവർക്കും. അപ്പം ഞാനൊരു 5-8 നാടൻ തക്കാളി കണ്ടോ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് വലുതാക്കിയിട്ട് അങ്ങോട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കുനുകുനാന്ന് അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നാടൻ തക്കാളി തന്നെ എടുക്കാൻ നോക്കണം. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൾത്തിട്ട് ഇങ്ങനെ ഒരു കറുത്ത ചീനച്ചട്ടിൻ്റെ മാതിരിയുള്ള ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ എന്തായാലും മറക്കരുത് കേട്ടോ, ഇട്ട് കൊടുക്കുക. ഗ്യാസ് നന്നായിട്ട് ചെറുതാക്കി വെക്കണം. അതോടൊപ്പം തന്നെ ഒരു നുള്ള് നല്ല ജീരകം, അതോടൊപ്പം ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക്, ഇഞ്ചി അതൊക്കെ എരിക്കനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിയില്ലാത്തതാണ്. അതുപോലെ തന്നെ ഇഞ്ചി കഷ്ണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. പച്ചമണം ഒന്ന് മാറി വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ഇടാം, ഒരു കുഴപ്പമില്ല. ഒന്നായി വരട്ടെ. എനിക്ക് മുളക് ഉടക്കിയ ഇഷ്ടം, ഞാൻ ഒരെണ്ണം കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ കണ്ടോ ഇങ്ങനെ മതി. മുളകൊക്കെ ഒന്നിങ്ങനെ വാടി വരുന്നുണ്ട്, ഒരു മണം വന്നിറങ്ങി. ആ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടാവും. ഇതേമാതിരി വട്ടത്തിൽ തന്നെ അരിയുക കേട്ടോ. ഒന്നായി വരട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇതിൽ തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒരു പകുതി വേവ് മതി. പുളിനാവൊന്നും വേണ്ട കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാണ്. ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നതാണ് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് എണ്ണയുണ്ട്. ഒക്കെപ്പാടെ നല്ലൊരു ജഗ പുക കണ്ടോ. വല്ലാതെ വേവണ്ട, 3/4 ഭാഗം മതി വേവ്. ഇതൊക്കെ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഉടയ്ക്കണം, അതാണ് അതിൻ്റെ സ്വാദ്. ഇനി നമുക്ക് നമ്മൾ നന്നായിട്ട് അടിച്ചു വെച്ചിരുന്ന മോര്, അതിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവട പൊടി. ഞാൻ എപ്പോഴും ഉലുവട പൊടി അച്ചാറിനൊക്കെ വേണ്ടിയിട്ട് പൊടിച്ച് വയ്ക്കും. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസായ കുരുമുളക് പൊടി. ഇതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഹായ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വല്ലാതെ തിളച്ച് പൊങ്ങൊന്നും വേണ്ട കേട്ടോ. എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയോ? ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒഴിച്ചുകൂട്ടാനായിട്ടാണ് ചോറിലോ കഞ്ഞിയിലോ ഒക്കെ ഒഴിച്ചാണ്ട് കഴിച്ചു നോക്കൂ കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോര് തക്കാളി. കണ്ടോ. ഇനി ഇതിങ്ങനെ ഉടയ്ക്കുക. കഴിക്കാൻ കാലത്ത് ആ മുളകും തക്കാളിയും പച്ചമുളകും ഒക്കെ പാടെ ഉടയ്ക്കുക. എന്നിട്ട് അത് കഴിക്കുക തന്നെ. ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പ് വേണം. കുറച്ച് പുളിയുള്ള മോരിലേക്ക് ഉപ്പ് കുറച്ച് നല്ലോണം വേണം കേട്ടോ. മതി. ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി നിങ്ങൾക്ക് വല്ലാതെ പുളിയുള്ള മോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നുള്ള് പഞ്ചസാര അല്ലെങ്കിൽ കുഞ്ഞൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിലേക്ക് അത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടോ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടോ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. നല്ലോണം അടിച്ച മോരാണ്, എന്നാലും അത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തന്നെ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായിക്കോളും. അപ്പോൾ ഇത്ര പണിയുള്ളൂ, നമ്മുടെ തക്കാളി മോര് റെഡി. അപ്പോൾ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. അപ്പോൾ ഇതങ്ങോട്ട് കൂട്ടിയിട്ടാണ്ട് ഞരടി പിഴിഞ്ഞ് കഴിച്ചാണ്ടല്ലോ. ഒരു മുളക് എടുക്കട്ടെ, ഒരു പച്ചമുളക് എടുക്കട്ടെ, തക്കാളിയുടെ കഷ്ണം എല്ലാം വേണമല്ലോ.
ഹായ്. കണ്ടോ? ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ എന്തായാലും ഈ മുളക് കണ്ട് ഉടയ്ക്കാൻ പോവാം കേട്ടോ. കുഴയ്ക്കുക പറയില്ലേ, നമ്മുടെ കയ്യല്ലേ, പിന്നെന്താ, എന്തിനാ പേടിക്കണ? മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ പച്ചമുളക് ഒന്ന് ഉടയ്ക്കുക. നമ്മളുടെ തക്കാളി കഷ്ണങ്ങളില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഒട്ടച്ച് കൊടുക്കണം കേട്ടോ. ഉണ്ടോ? കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ പെറുക്കി വയ്ക്കാം. ഇനി അങ്ങോട്ട് കുഴയ്ക്കുക തന്നെ. ഇതാ ഇങ്ങനെ തന്നെ കുഴയ്ക്കുക കേട്ടോ. ശരിക്കും കുഴച്ചതിന് ശേഷം വേണം ഇത് ഒഴിക്കാൻ. ഞാൻ പക്ഷേ ആദ്യം തന്നെ നിങ്ങളെ അത് ഒഴിച്ച് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ കുഴക്കട്ടെ കേട്ടോ. കണ്ടോ? അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട ആൾക്കാർ മാത്രം വായ ഒഴിച്ചാൽ മതിയേ. എല്ലാവരും കഴിച്ചോളൂ. എന്താവും ഇതിൻ്റെ സ്വാദം അറിയോ? അല്ലാതെ വേറെ വാരി തിന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ച് മാത്രം കഴിച്ചാൽ ദേഹത്ത് കാണും. അപ്പം ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എന്ത് എളുപ്പമല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സും കൂടെ അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.